ഹായ് കുട്ടികളെ, മറ്റേ വീഡിയോയിൽ സൗണ്ട് ഇത്തിരി കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ 9ാം ക്ലാസ്സുകാരുടെ അപ്പോൾ ഇത്തിരി കൂടിയും ശബ്ദത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും സുപ്രഭാതം. ഇന്നലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരും സംശയമൊന്നും ചോദിച്ചില്ല കേട്ടോ. എന്താണാവോ സംശയമൊന്നും ഇല്ലാത്ത പോലെ. അതിൽ ഒരു കണക്കിൻ്റെ അവസാന ഭാഗം ചെയ്തിട്ടില്ല, അത് പിന്നീട് ഞാൻ ചെയ്തുതരാം. ഇന്ന് മാത്തമെറ്റിക്സ് ഓഫ് ചാൻസസ് ആണ് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിൾ, കുറച്ച് സമയം കൊണ്ട് 15 മിനിറ്റ് 18 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നൊരു വീഡിയോ ക്ലിപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 3 ടോപ്പിക്കുകൾ 4 ടോപ്പിക്കാണെന്നുണ്ട്, അതെടുത്ത് തരില്ല കേട്ടോ. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് വളരെ രസകരമായ പാഠമാണ്. ആധുനികമായി ചിന്തിക്കുന്ന കുട്ടികളുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കാനും പുതിയ മേഖലകളിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്സ് മേഖലയാണ് ഇതൊക്കെ. സാധാരണയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് മാത്തമാറ്റിക്സ്. അതൊക്കെ നമ്മളന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം നമുക്കൊരു ചാൻസ്, എത്രത്തോളം എന്തെങ്കിലും കാര്യം ചാൻസ് കിട്ടുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കാറ്. അത് നമുക്കറിയാലോ, കണക്കിനെ കുറിച്ച് അറിയാലോ. അത് നമുക്ക് ജസ്റ്റ് ഒരു കണക്ക് നമുക്ക് നോക്കി വെക്കാം. ഒരു ബോക്സിൽ ഫസ്റ്റ് ബോക്സിൽ ഒരു ബോക്സിൽ 14 വൈറ്റ് ബീഡ്സ് ഉണ്ട്, 6 ബ്ലൂ ബീഡ്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഒന്നാമത്തെ സെറ്റാണ്. നമ്മുടെ ചോദ്യം ഇങ്ങനെ ചെയ്യണം: വാട്ട് ഈസ് ദ പോസിബിലിറ്റി ടു ഗെറ്റ് ബ്ലൂ ബീഡ്സ് what is possible to get the blue beads if we take one bead from this box? ഇങ്ങനൊരു ചോദ്യമാണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. എന്താ ചെയ്യേണ്ട? ആദ്യം ടോട്ടൽ ഉണ്ടാക്കണം അല്ലേ? ടോട്ടൽ കണക്കാക്കണം. 40 + 6 = 20. ഇതാണ്. ഇനി ബ്ലൂ ബീഡ്സ് കിട്ടാൻ വൈറ്റ് ബീഡ്സ് കിട്ടും. പോസിബിലിറ്റി വൈറ്റ് ബീഡ് കിട്ടാൻ പോസിബിലിറ്റി എന്താ വരിക? 14 ആണല്ലോ. 40/20 ചെറിയ വാല്യൂ, അതായത് വൈറ്റിൻ്റെ 14 എഴുതി 20 എഴുതി. നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് എളുപ്പത്തിലാക്കാം. അപ്പോൾ നമുക്ക് 47/10. ഇതാണ് പോസിബിലിറ്റി ടു ഗെറ്റ് വൈറ്റ് ബീഡ്സ് ഫ്രം ദിസ് ബോക്സ്, 7/10. ഇനി നമ്മൾ പറയാണ് വാട്ട് ഈസ് ദ പോസിബിലിറ്റി ടു ഗെറ്റ് ബ്ലൂ ബീഡ്സ് കിട്ടാൻ ചാൻസ് എന്ന് പറയാം 6/20. അപ്പോൾ ക്യാൻസൽ ചെയ്ത് 3/10. കാരണം 6നെ നോക്കാം 2 × 3 എന്ന് എഴുതാം, 20നെ 2 × 10 എന്ന് എഴുതാം. 2 × ക്യാൻസൽ ചെയ്ത 3/10. ഇങ്ങനെയാണ് 3/10 എന്നുള്ള വാല്യൂ വരുന്നത് എന്ന് മനസ്സിലാക്കാം. അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. ഇനി മറ്റൊന്ന് പെയർ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. പെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയത്? പെയർ ഒരു കണക്ക് മാത്രം എനിക്കതിലിങ്ങനെ പറയാം. ഒരു ക്വസ്റ്റ്യൻ എനിക്കതിൽ കണ്ടു. രജനി ഒരു പെൺകുട്ടിയാണ്. പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. കല്ലുമാലയുണ്ട്, കമ്മലുണ്ട്. കുട്ടികളൊക്കെ ചെറിയ അങ്ങനെ മുത്തുമാലയൊക്കെ ഇടില്ലേ? അപ്പോൾ ഏതൊക്കെയുണ്ട്? പച്ച, നീല, ചുവപ്പ്. കല്ലുമാലയുണ്ട്, കമ്മലുണ്ട്. എത്ര രീതികൾ രജനിക്ക് ഈ മാലയും കമ്മലും അണിയാം എന്നാണ് ചോദ്യം. എത്ര രീതി ചോദിക്കും? രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? ഇങ്ങനൊരു ചോദ്യം വന്ന് നമ്മൾ വേണ്ടത്, മാലയുണ്ട്, നെക്ലസ് ഉണ്ട്, പിന്നെ കമ്മലുണ്ട്, ഇയറിംഗ് ഉണ്ട്. അപ്പൊ നെക്ലസും ഇയറിംഗ് ഏതൊക്കെ കളറില്? പച്ച, നീല, ചുവപ്പ്. പച്ച ഗ്രീൻ, നീല ബ്ലൂ, ഇതും അതുപോലെ തന്നെയാണ്. എന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതൊക്കെ രൂപത്തിൽ ഇവൾക്ക് ധരിക്കാനാണ്? ഓക്കെ, നമ്മളിപ്പോൾ ഡീറ്റോ മാർക്കറ്റ് മാറ്റിയിട്ട് GB6. ഓക്കെ, അപ്പോൾ
പേര് നമ്മൾ എഴുതണം. എങ്ങനെയൊക്കെയാണ്? ആദ്യം ഗ്രീൻ നെക്ലസ്, ഗ്രീൻ നെക്ലസ്, ഗ്രീൻ ഇയറിംഗ് ഒരു ജോഡി. പിന്നെ ഗ്രീൻ നെക്ലസിന് ബ്ലൂ ഇയറിംഗ്. പിന്നെ ഗ്രീൻ നെക്ലസിന് റെഡ് ഇയറിംഗ്. ഇങ്ങനെ. ഇനി ബ്ലൂ നെക്ലസിന് ഗ്രീൻ ഇയറിംഗ്, ബ്ലൂ നെക്ലസിന് ബ്ലൂ ഇയറിംഗ്, ബ്ലൂ നെക്ലസിന് റെഡ് ഇയറിംഗ്. ഇനി റെഡ് നെക്ലസിന് ഗ്രീൻ ഇയറിംഗ്, റെഡ് നെക്ലസിന് ബ്ലൂ ഇയറിംഗ്, റെഡ് നെക്ലസിന് റെഡ് ഇയറിംഗ്. ഇങ്ങനെ പേരുകൾ. അപ്പോൾ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9. 3 × 3 9 പേരുണ്ട്. 9 ഉണ്ട്. ഇത് ചോദ്യം നോക്കുക. രജനി ഒന്നാമത്തെ എത്ര രീതികൾ രജനിക്ക് ഇത് ധരിക്കാം? ഇങ്ങനെയൊക്കെ ധരിക്കാം അല്ലേ? ഗ്രീൻ ബ്ലൂ, ഗ്രീൻ നെക്ലസ്, റെഡ് ഇയറിംഗ്, അങ്ങനെ ഈ മെത്തേഡൊക്കെ ധരിക്കാം. മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്ത്? സാധ്യത ചോദിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം കേട്ടോ. ഒരേ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ടോട്ടൽ എത്രയുണ്ട്? 9. ടോട്ടൽ 9 ആണ്. ഇനി നമുക്ക് സെയിം കളറുള്ള എങ്ങനെ കിട്ടുന്നത്? സെയിം കളറുള്ളത് ആരൊക്കെയുണ്ട്? ഗ്രീൻ നെക്ലസ്, ഗ്രീൻ ഇയറിംഗ്. പിന്നെ ബ്ലൂ നെക്ലസ്, ബ്ലൂ ഇയറിംഗ്. പിന്നെ റെഡ് നെക്ലസ്, പിന്നെ റെഡ് ഇയറിംഗ്. അങ്ങനെയുണ്ട് 3 എണ്ണം. 1 2 3 പോസിബിലിറ്റി. എത്ര? 3/9 = 1/3. ഇതാണ് ആ സെറ്റിലെ കണക്ക്. പെട്ടെന്ന് ശ്രദ്ധിക്കട്ടോ നമുക്ക്. അപ്പോൾ ഈ മെത്തേഡ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പെയറായിട്ട് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും പേജ് നമ്പർ 73 ആണെന്ന് തോന്നുന്നു. ആ 73 കണക്കുകൾ ഒന്ന് നോക്കണം. ഇനി നമ്മൾ പെയർ 2 ബോക്സ് വരുമ്പോൾ ചെയ്യുന്ന ഒരു കണക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 ബോക്സിലേക്ക് വരുമ്പോൾ വരുന്ന ഒരു കണക്ക് നോക്കാം. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്ക്. ഒരു കുട്ടയിൽ ബാസ്കറ്റ് 50 മാങ്ങയുണ്ട്. അതിൽ 20 എണ്ണം പഴുത്തതാണ്. 20 എണ്ണം പഴുത്തതാണ്. മറ്റൊരു കുട്ടി 40 മാങ്ങയുണ്ട്. 15 എണ്ണം പഴുത്തിട്ടില്ല. പിന്നെ കുട്ടിയിൽ ഓരോന്നും മാങ്ങ എടുത്താൽ എത്ര എണ്ണം ഉണ്ടാവും? നമുക്ക് വേറൊരു കണക്കാക്കാം. ഒരു ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 30 പെൺകുട്ടികളും. മറ്റൊരു ക്ലാസ്സിൽ ഇത്. അപ്പം ഞാൻ കണക്കായിട്ട് ഇങ്ങനെ പറയാം. ഇന്ന ക്ലാസ് എ 15 boys 20 girls. Class B 20 boys 30 girls. ഇങ്ങനെ ഇതിനപ്പോൾ ഓരോന്നും ചോദിക്കാം. നമുക്ക് ചോദിക്കാം, 2 ക്ലാസ്സും സെലക്ട് ചെയ്താൽ ബോയ്സ് മാത്രമാകാനുള്ള പോസിബിലിറ്റി എന്ത്? ഗേൾസ് മാത്രമാകാനുള്ള പോസിബിലിറ്റി എന്ത്? ബോയ്സും ഗേൾസും അറ്റ്ലീസ്റ്റ് 1 ബോയ് ആകാനുള്ള പോസിബിലിറ്റി എന്ത്? അറ്റ്ലീസ്റ്റ് ഒരു ഗേൾ മാത്രമാകാനുള്ള പോസിബിലിറ്റി എന്ത്? അത് ചോദ്യങ്ങൾക്ക് നമുക്ക് അപ്പോൾ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഇതിന് ക്ലാസ് എ ആണല്ലോ, ചെറിയൊരു ബോക്സ് പോലെ ബോക്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക്
വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കേട്ടോ. എ ക്ലാസ്സിൽ 15B പ്ലസ് 20G സമം 35. Class B 20 boys plus 30 girls is equal to 50. ആകെ 50 ആണ്. നമുക്ക് വേറെ ചെറിയൊരു മാറ്റം കിട്ടും. 20 എന്നുള്ളത് നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു 30 45 എടുക്കാം. 30 55 25 40 എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ. അപ്പോൾ നമ്മൾ 15 ബോയ്സ് 25 ഗേൾസ്. ഇത് നമ്മളുടെ ടോട്ടൽ പെയറാണ്. ടോട്ടൽ പെയർ ഈ 40 ഉണ്ടല്ലോ ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 20 2000. ഇതാണ് ടോട്ടൽ പെയർ. കിട്ടിയല്ലോ. ഇത് നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഇഫ് വി സെലക്ട് girls, only girls from each class, what is the possibility to get only girls? ക്ലാസ് സെലക്ട് ചെയ്യാണ്, കുട്ടികളെ സെലക്ട് ചെയ്യാണ്. അതിന് ഗേൾസ് മാത്രം കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കാം. അപ്പൊ ഗേൾസിന്റെ പെയർ ഗേൾസ് 25 ഇൻറ്റു 30 അപ്പോൾ 75 750. ഇതാണ് നോക്കട്ടെ. പോസിബിലിറ്റി ടു ഗെറ്റ് ഓൺലി ഗേൾസ് എഴുതുന്നുണ്ടോ വ്യക്തം ഇങ്ങനെ ഒത്തിരി എഴുതുന്നുണ്ടോ. ഓൺലി ഗേൾസ് 750 by 2000. 0 can say 75 by 200. ഇനി അത് can say സമം can say 25 അല്ലേ. അപ്പോൾ 25 into 3 ആക്കാം by 25 into 8 ആക്കാം. 3 by 8. ഇതാണ് പോസിബിലിറ്റി. ഇങ്ങനെ പോസിബിലിറ്റി കണ്ടെത്താൻ പറ്റും. ഓക്കെ. Possibility to get only boys. എങ്ങനെയാണ് ആ ബോയ്സിന്റെ പെയർ? ബോയ്സ് പെയർ എത്ര? 15 ഇൻറ്റു ഇവിടുത്തെ ബോയ്സ് 20 ഈസ് ഈക്വൽ ടു 300. പോസിബിലിറ്റി 300 by 2000. 0 cancel 0 cancel ചെയ്തു. 3 by 20. എത്രയാണ്? 3 by 20. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചില അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഒരാളെങ്കിലും ബോയ്സ് ആക്കാനുള്ള സാധ്യത. ബോയ്സ് ആക്കാൻ സാധ്യത നമ്മൾ എങ്ങനെ കണക്കാക്കും? നോക്കട്ടോ. ഈ പെയർ 3 by 20 അല്ലെങ്കിൽ 300 എന്തായാലും, അല്ലെങ്കിൽ 300 ബോയ്സ് മാത്രം പെയറാണല്ലോ. ആ പെയർ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ബോയ്സിനും ഗേൾസും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ നോക്കി ഇവിടെ നോക്കണം. നല്ലോണം ശ്രദ്ധിച്ചോളൂ. 15 ബോയ്സ് ഇൻറ്റു അവിടുത്തെ ഗേൾസുമായിട്ടൊരു പെയർ ഉണ്ടാക്കാമല്ലോ. 15 ബോയ്സ് ഇൻറ്റു 30 ഗേൾസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 450. പിന്നെ ഒരു 0 കൂടി 5 3 45 450. ഇനി അവിടുത്തെ ബോയ്സ് ഇവിടുത്തെ ഗേൾസുമായിട്ട് ഒരു പേരുണ്ടാക്കാൻ 25 ഇൻറ്റു 20 500.
ഇങ്ങനെ കിട്ടും. അപ്പോൾ എത്ര 500 450 എത്ര 950 950. അതായത് ഈ ബോയ്സും ഈ ഇവിടെ പേരുണ്ടോ ശ്രദ്ധിച്ചോട്ടാ. 50 ബോയ്സ് അവിടുത്തെ ഗേൾസുമായിട്ട് ഒരു ജോഡി ഉണ്ടാക്കാം, ഒരു പേരുണ്ടാക്കാം. ഇവിടുത്തെ ബോയ്സും ഇവിടുത്തെ ഗേൾസുമായിട്ട് ഒരു പേരുണ്ടാക്കാം. പിന്നെ ബോയ്സുമായിട്ട് ഒരു പേരുണ്ടാക്കും. അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര 300 നമ്മൾ കണ്ടിട്ടുണ്ട്. ബോയ്സ് നമ്മൾ ഒരു പേരുണ്ടാക്കി. ബോയ്സ് ഇൻറ്റു ബോയ്സ്. ഇത് ക്ലാസ് ബോയ്സ് ഇൻറ്റു അപ്പുറത്തെ ഗേൾസ്. ഇത് ഇവിടുത്തെ ഗേൾസ് ഇൻറ്റു ബോയ്സ്. ഇത് ക്ലാസ് എ, ഇത് ക്ലാസ് ബി. ബോയ്സ് ഇൻറ്റു ബോയ്സ് എത്ര വന്നു നമുക്ക് 300 രൂപ ആഡ് ചെയ്യാം. 950 പ്ലസ് 300 0 5 9 5 120. ഇത് പോസിബിലിറ്റി 1250 കിട്ടിയിട്ടുണ്ടല്ലോ. ഞാനിവിടെ പോസിബിലിറ്റി ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ ശ്രദ്ധിച്ചോളാം. 1250 ബൈ 2000 ക്യാൻസൽ ചെയ്യാം. 125 പിന്നെ നമുക്ക് ചെയ്യാലോ. 5 ഇൻറ്റു 25 200 4 ഇൻറ്റു 25 ക്യാൻസൽ ചെയ്യാം. 4 8 ഇവിടെ 8 25 സമയത്തിൽ ഒരു 5/8 പോസിബിലിറ്റി 5/8. ഞാൻ ഈ കണക്ക് ഒന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് വീണ്ടും റിവൈൻഡ് ചെയ്താൽ മതി. എന്നാലും നമുക്ക് ഓൺലി ഗേൾസ് കിട്ടാനുള്ളതായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ടോട്ടൽ പെയർ കണ്ടെത്തുന്നുള്ളൂ. ടോട്ടൽ പെയർ നമ്മൾ കണ്ടെത്തി 2000 കിട്ടി. ടോട്ടൽ പെയർ 2000 നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തത്. ഗേൾസ് കാണാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ ഗേൾസും മാത്രം മൾട്ടിപ്പിൾ ചെയ്തു പേരുണ്ടാക്കി. എന്നിട്ട് അതിനെ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ബോയ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ബോയ്സ് 15 ഇവിടുത്തെ ബോയ്സ് 20 മാത്രം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു. ഓൺലി ബോയ്സ് കേട്ടോ, ഇത് ഗേൾസ് ചെയ്യേണ്ട. ഇത് ബോയ്സ് 15 ഇൻറ്റു 300. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഓൺലി ബോയ്സ് മാത്രമേ. ഇനി ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പൊ എങ്ങനെ വരും, 2 ക്ലാസ് എടുത്താൽ 2 ക്ലാസ് ബോയ്സ് മാത്രം എടുത്താൽ ഒരാൾ ഒരു ബോയ് ആവും. പിന്നെ ഈ ക്ലാസ്സിലെ ബോയ്സും ആ ക്ലാസ്സിലെ ഗേൾസും പെയറാക്കി. രണ്ടാമത് ബി ക്ലാസ്സിലെ ബോയ്സും എ ക്ലാസ്സിലെ ഗേൾസും പെയറാക്കി. അതാണ് 15 ബോയ്സ് 30 ഗേൾസ് 25 ഗേൾസ് ഇൻറ്റു അവിടുത്തെ 20 ബോയ്സ്. ഇത് കിട്ടി. എന്നിട്ട് അതിലൂടെ ബോയ്സ് പെയർ അങ്ങനെ 300 രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനെ 2000 എന്നുള്ള പെയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവില്ലെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തിച്ച് കേട്ടൊരു മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ഈ പാഠത്തിൽ പിന്നെ ഉള്ളത് നമുക്ക് ആ കൂടിയിട്ടുള്ള ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് മിക്കവാറും എല്ലാറ്റിൻ്റെയും ഏരിയ കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാക്കണം, അല്ലാതെ സാധിക്കില്ല കേട്ടോ. ഏരിയ കാണാനുള്ള ഫോർമുല ഉണ്ടല്ലോ, സർക്കിളിൻ്റെ ഏരിയ πr², ഏരിയ ഓഫ് സ്ക്വയർ A², ഏരിയ ഓഫ് റെക്ടാങ്കിൾ L×B എന്നൊക്കെ ഫോർമുല ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട 1-2 കണക്കുകൾ എനിക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കണക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയയാണ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഒരു സ്ക്വയർ, അതിൻ്റെ ചേർന്നായിട്ട് പോകുന്ന ഒരു സ്ക്വയർ. പറയാണ്, കണ്ണടച്ചൊരു കുത്തിട്ടാൽ സർക്കിൾ വരാനുള്ള പോസിബിലിറ്റി, വേറെ പോസിബിലിറ്റി പറയാൻ പറ്റില്ല, സർക്കിൾ വരാനുള്ള പോസിബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അളവ് തരാം, അളവ് തരാതിരിക്കും. നമ്മളപ്പോ ഇത് മൊത്തം എഴുതും. അപ്പോൾ എങ്ങനെ പോസിബിലിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ, അതാണ് ചെറുത്, ബൈ ഏരിയ ഓഫ് സ്ക്വയർ.
ഇത് ഓരോ കളാട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഏരിയ ഓഫ് സ്ക്വയർ എ ആണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ കാണാൻ ഫോർമുല പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു ഈ എ തന്നെയാണ് ഡയാമീറ്റർ വന്നിരിക്കുന്നത്. നമുക്ക് ആറല്ലേ വേണ്ടോ, റേഡിയസ് അല്ലേ വേണ്ടോ. അപ്പൊ എ ബൈ 2 കൊടുക്കണം. അപ്പൊ ഏരിയ ഓഫ് എ സർക്കിൾ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ ഇൻറ്റു എ ബൈ 2 ഹോൾ സ്ക്വയർ വരും. അപ്പൊ ഈസ് ഈക്വൽ ടു പൈ എ സ്ക്വയർ ബൈ 4 വരും. ഇനി ചെയ്ത് നോക്കൂ. നമുക്കെങ്ങനെ പൈ എ സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. എ സ്ക്വയർ ബൈ 1 അല്ലേ. മറിച്ചുള്ള സൗകര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ. അപ്പൊ പൈ എ സ്ക്വയർ ബൈ 4 ഇൻറ്റു 1 ബൈ എ സ്ക്വയർ. ഈ എ സ്ക്വയറിന് എ സ്ക്വയർ ബൈ 1 ആണ് ഇവിടെ വേണ്ടത്. അതിന് റെസിപ്രോക്കൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ 1 ബൈ എ സ്ക്വയർ. ഈ എ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ആണ് ഈ പോസിബിലിറ്റി. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. സ്ക്വയർ പുറത്താണ് കേട്ടോ. സ്ക്വയർ പുറത്താണ്, സർക്കിൾ ഉള്ളിലാണ്. ചെയ്യാൻ എത്ര നേരമാണ് നോക്കിക്കോളൂ. ഇത് എല്ലാവരും ഒന്നും കൂടെ റിമൈൻഡ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ കണക്ക് കിട്ടില്ല കേട്ടോ. വളരെ നല്ല രീതി നോക്കണം. ഓക്കെ, മറ്റൊന്ന് നോക്കുക. മായ്ക്കുന്നുണ്ട്, ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ സ്ക്വയർ പുറത്ത് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് അവരത് സ്ക്വയർ ഉള്ളിലാക്കി നോക്കും. സ്ക്വയർ ഇങ്ങനെയാണ്, സ്ക്വയർ ആണ്. ഇപ്പൊ ഒരു കുത്തിട്ട് സ്ക്വയറിനുള്ളിൽ വരുന്ന ഇതിന്റെ പോസിബിലിറ്റി ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്ത് വേണം, ആദ്യം നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ കാണാം. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സ്ക്വയർ, രണ്ടുമാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇത് ഫോർമുല ഇങ്ങനെയാണ്. ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഇതാണ് ഇതിന്റെ ഫോർമുല വരുന്നത്. കാരണം വലുത് സർക്കിൾ ആണ്, അതുകൊണ്ട് ഏരിയ ഓഫ് സർക്കിൾ ആണ് എഴുതും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അളവ് തരാത്തിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും നമുക്ക് ഡയാമീറ്റർ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഡയാമീറ്റർ. അപ്പൊ ഡയാമീറ്ററിന് നമുക്ക് വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം. ഡയാമീറ്റർ എന്താണ് ഡയാമീറ്റർ കേട്ടോ. ഈ ഡയാമീറ്റർ സ്ക്വയറിന്റെ സൈഡ് അല്ല, നേരത്തെ സൈഡാണത്. ഇവിടെ ഡയാമീറ്റർ സ്ക്വയറിന്റെ ഡയഗണലാണ്. ഓർമ്മയുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ് ഫോർമുല. ആർ സമം എ ബൈ 2 ആണ്. ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എ ബൈ 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ എ സ്ക്വയർ ബൈ 4. ഇതാണ് ഏരിയ ഓഫ് സർക്കിൾ. ഇനി ഏരിയ ഓഫ് സ്ക്വയർ കാണാം. ഓക്കെ, ഏരിയ ഓഫ് സ്ക്വയർ ഫോർമുല എന്താ, എ സ്ക്വയർ ആണ്. ഇവിടെ എ തന്നിട്ടില്ലല്ലോ, എ തന്നിട്ടില്ല. എ കാണുന്ന ഫോർമുല എന്താ, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. എ സമം ഡി ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞു ഉണ്ടാവും. എ സമം ഡി ബൈ റൂട്ട് 2 എന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എ സമം ഡി ബൈ റൂട്ട് 2. ഡി ഡയഗണൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എ ഒന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ സമം ഡി ബൈ റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഡി ബൈ റൂട്ട് 2 സ്ക്വയർ സമം എന്താ, ഡി സ്ക്വയർ ബൈ 2. ഡിക്ക് പകരം എ തന്നുകൊണ്ട് എ സ്ക്വയർ ബൈ 2. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ് കേട്ടോ. നമുക്ക് ചെയ്യാം. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ആരാ വരിക, എ സ്ക്വയർ ബൈ 2 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ ബൈ എ സ്ക്വയർ ബൈ 4. എ സ്ക്വയർ ബൈ 2 റെസിപ്രോക്കൽ ഏരിയ ഇൻറ്റു 4 ബൈ എ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. 2 4 2 വർഷം ഈസ് ഈക്വൽ 2 ബൈ 5. 2 ബൈ 5 ആണ് ഇതിന്റെ പോസിബിലിറ്റി. പൈയുടെ വാല്യൂ 3.14 ആണ്. ഇതാണ് അതിന്റെ ഫോർമുല. ഓക്കെ, ഇത് രണ്ടുമാണ് മനസ്സിലാക്കുന്നത്.
ബാക്കി കണക്കുകളൊന്നും ഇതിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. വേറൊരു മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ടോ, നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഒരു 6 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ ഒക്കെ നീളവും 5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ. ഈ ഫോറസ്റ്റ് ഏരിയ എവിടെയെങ്കിലും ഒരു സ്ക്വയർ അതിലുള്ള 2 കിലോമീറ്റർ നീളവും അതുപോലെ 1 കിലോമീറ്റർ വീതിയുള്ള ഒരു ലേക്ക് ഉണ്ട്. ഒരു ഫോറസ്റ്റ് മുകളിലൂടെ പോകുന്ന ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്തു ആ ഫോറസ്റ്റ് ഏരിയയിൽ വീണു എങ്കിൽ ഈ ലേക്കിൽ വീഴാനുള്ള പോസിബിലിറ്റി എത്രയാണ്? വലിയൊരു ഇമ്പോർട്ടൻ്റ് കണക്കാണ്. കടലിലൊക്കെ വിമാനങ്ങൾ വീണാൽ അതിൻ്റെ പോസിബിലിറ്റി കണക്കാക്കുന്നത്. അതിന് ബേസിക്കാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഏരിയ ഓഫ് ലേക്ക് ബൈ ഏരിയ ഓഫ് ഫോറസ്റ്റ് അത്രയോ. ഏരിയ ഓഫ് ലേക്ക് തന്നെ 2 into 1 ബൈ എന്താ 6 into 5 is equal to 2 by 30 is equal to 1 by 50. പോസിബിലിറ്റി ഇവിടെ ഈ ലേക്കിൽ വീഴാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 1 by 50 ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ തിങ്കളാഴ്ചയ്ക്കുള്ള ക്ലാസ്സാണ്. അപ്പോൾ നാളെ അരിക്കടപ്പുറത്ത് ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നാളെ അത് സയൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ കോർഡിനേറ്റ്സും അങ്ങനെ മുതലായ കോർഡിനേറ്റ്സ് ജോമെട്രിക്കൊക്കെ കുറച്ച് കണക്കുകളില്ലേ, അതൊക്കെ ഞാൻ സെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സർക്കിളും മറ്റുള്ള കാര്യം ചെയ്യും. എല്ലാവരും നല്ലവണ്ണം പഠിക്കണം, നല്ല കുട്ടികളായിട്ട് ഉഷാറായിട്ട് പഠിച്ചുണ്ടാക്കണം. ഇന്നലെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ സുപ്രഭാതം കുറച്ച് പേര് തന്നിട്ടുള്ളൂ. 2 ക്ലിപ്പ് ഇട്ടുകൊണ്ടാണെന്ന് വിചാരിക്കണം. ഇന്ന് പക്ഷേ ബോയ്സ് ഞാനൊരു ക്ലിപ്പ് ഇടുള്ളൂ. ഇന്നലത്തെ ക്ലിപ്പ് വരണം, ബാക്കി ഉണ്ടാകും ഞാൻ ഇടും. ഗേൾസിന് ഇന്നത്തെ നാളേക്ക് ഇടുന്നോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോട്ടെ, അല്ലെങ്കിൽ നാളെ ഞാൻ ക്ലിപ്പ് ഇടുള്ളൂ. ഇന്നത്തെ വരല്ല കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും സന്തോഷമായിട്ട് പോയിക്കോട്ടെ. ഇന്ന് 26th of April സൺഡേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആരും എന്നെ അങ്ങനെ വിഷ് ചെയ്ത് കണ്ടില്ല. എന്തായാലും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി കേട്ടോ.